വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ ശേഷിക്കെ സർക്കാരിനെതിരെയും മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കെതിരെയും ഗുരുതര ആരോപണമായി മാത്യു കുഴൽനാട്. 2018 കേരളത്തെ തകർത്ത പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും പിണറായി സർക്കാരാണ് ഉത്തരവാദിയെന്നും മാത്യു കുഴൽനാട്. കേരളത്തെ തകർത്ത പ്രളയം മനുഷ്യനിർമ്മിതമായിരുന്നുവെന്ന് മാത്യു കുഴൽനാടൻ MLA. ആദ്യ പിണറായി മന്ത്രിസഭയിലെ മന്ത്രി ആയിരുന്ന മാത്യു ടി തോമസ് സ്വകാര്യ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാൻ സംസ്ഥാനത്തെ കുരുതി കൊടുത്തെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. ആരോപണത്തിന് തെളിവായി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ പുറത്തുവിട്ടു. മാത്യു ടി തോമസ് തോട്ടപ്പള്ളി സ്പിൽവേ സമയത്ത് തുറക്കാത്തത് കരിമണൽ കമ്പനിക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണ് എന്നാണ് ശബ്ദരേഖയിൽ പറയുന്നത്. ഇത് പിന്നീട് ചെങ്ങന്നൂരിൽ പ്രളയത്തിനടക്കം കാരണമായെന്നും ആരോപണം. ആദ്യ പിണറായി മന്ത്രിസഭയിലെ ജലസേചന മന്ത്രിയായിരുന്ന മാത്യു ടി തോമസ് മേരിമാത കൺസ്ട്രക്ഷൻ എന്ന സ്വകാര്യ കമ്പനിക്ക് ലാഭമുണ്ടാക്കാൻ തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കുന്നത് 1 മാസം വൈകിപ്പിച്ചെന്നാണ് മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നത്. പ്രളയം വന്നതിൽ, പ്രളയം മാനേജ് ചെയ്തതിലോ ഡാം മാനേജ്മെന്റ് നടത്തിയതിലോ ഒക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് ആരെങ്കിലും പറയും. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറയും. പക്ഷെ എങ്ങനെ ആ പ്രശ്നങ്ങൾ ഉണ്ടായി, എന്തുകൊണ്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പരിശോധിച്ചാൽ കേരളത്തെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമെന്ന് പറയുന്നത് പിണറായി സർക്കാരിൻ്റെ അധികാരത്തിലിരുന്നവരുടെയും കോടികളോടുള്ള മോഹവും അതിമോഹവും ആണ് നമ്മളെ ഈ നിലയിൽ തകർത്ത് തരിപ്പണമാക്കിയത്. കേരളത്തെ തകർത്ത് ഞാൻ ഉത്തരവാദിത്വത്തോടുകൂടി ആധികാരികമായി അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. പിണറായി സർക്കാരിൻ്റെ അഴിമതിയാണ്, കൊള്ളയാണ് കേരളത്തിലെ പ്രളയം ഈ ഗതിയിലാക്കിയത്. ഇതുവരെ വന്നിരിക്കുന്ന എന്താണ്? കോടതിയിൽ പോലും ഡാം മാനേജ്മെന്റ് നടത്തുന്നതിൽ ചെറിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് സർക്കാർ അംഗീകരിക്കും. അത് വീഴ്ചയല്ല. അത് വീഴ്ച എന്ന നിലയിൽ കോടതിയെ പോലും ബോധിപ്പിച്ച് ഇവർ തടിയൂരി പോവുകയാണ്. ഇത് അഴിമതിയാണ്, ഇത് കൊള്ളയാണ്. ഈ കൊള്ളയാണ് കേരളത്തെ തകർത്തത്. ഒരു മേഖലയിലല്ല, ഒരുപാട് മേഖലയിൽ. ഇന്ന് CPM എന്ന പാർട്ടിയുടെയും CPMന്റെ നേതാക്കന്മാരുടെയും LDF നേതാക്കന്മാരുടെയും കയ്യിൽ നിങ്ങൾ ആരും ചിന്തിക്കുന്നതിനപ്പുറമുള്ള കോടാനുകോടിയുടെ സ്വത്തുക്കളുണ്ട്. ആരെങ്കിലും ഇത് പറഞ്ഞാൽ, ആരെങ്കിലും ഇത് ചോദ്യം ചെയ്താൽ പിന്നെ അവൻ്റെ പിന്നാലെയാണ്. എൻ്റെ പിന്നാലെ ഇനി വരാൻ ഇനോവ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും എൻ്റെ പിന്നാലെ വന്നു. ഞാൻ ചെയ്ത തെറ്റ് ഈ അഴിമതിക്കെതിരെ വിരൽ ചൂണ്ടി എന്നുള്ളതാണ്. അന്ന് ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ വാക്കാണ്. ഞാൻ പിന്നോട്ട് പോകില്ല. എന്ത് സമ്മർദ്ദം വന്നാലും, എത്രമേൽ വേട്ടയാടിയാലും, എന്നെ ആരോപണത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും ശരശയ്യയിൽ കടത്തിയാലും ഞാൻ ഈ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞു. പക്ഷേ മുകളിൽ തമ്പുരാൻ ദൈവം വലിയവനാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതുപോലുള്ള തുമ്പുകൾ, ഇതുപോലുള്ള തെളിവുകൾ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ബാക്കി വെക്കും. തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതിരുന്നത് മേരിമാത കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടിയാണെന്നും മാത്യു ടി തോമസിന് ഇതിൽ പങ്കുണ്ടെന്നും കൃഷ്ണൻകുട്ടി ശബ്ദരേഖയിൽ പറയുന്നു. കരിമണൽ ഒലിച്ചു പോകാതിരിക്കാനാണ് തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതിരുന്നത്. ഇത് പിന്നീട് ചെങ്ങന്നൂരിൽ പ്രളയത്തിനടക്കം കാരണമായി. തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആവശ്യപ്പെട്ടിട്ടും അനുമതി കൊടുത്തില്ലെന്നും ശബ്ദരേഖയിൽ കൃഷ്ണൻകുട്ടി പറയുന്നു. ഇനി ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ മുഖവിലയ്ക്ക് എടുക്കണമെന്നില്ല. ഞാൻ ഇന്ന് റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ നിലവിൽ കേരളത്തിലെ ക്യാബിനറ്റിൽ മന്ത്രിയായിരിക്കുന്ന ജലസേചന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആ മന്ത്രിയുടെ ഒരു പഴയകാല അദ്ദേഹത്തിൻ്റെ ഒരു കോൺവെർസേഷൻ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ക്ലാരിറ്റിയോടുകൂടി അദ്ദേഹം പറയുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയല്ല, നമ്മളുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സംഗതിക്ക് വേറെയില്ലേ, അത് പറയാം. ഞാനത് അതൊന്നും പറയാം. അപ്പൊ അത് നോക്കിയിട്ട് ഇപ്പോ ഇവന്റെ അഴിമതിയാണെങ്കിൽ ഇവൻ അങ്ങനെ പുണ്യവാനൊന്നും ഞാൻ വേണ്ട. എന്താ വെച്ചാൽ ശ്രദ്ധിച്ച് കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. തോട്ടപ്പള്ളി സ്പിൽവേ എന്താ തുറക്കാതെ 1 മാസം മുമ്പ് തുറക്കേണ്ടതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുറക്കാൻ ആവശ്യപ്പെട്ടത് തുറക്കേണ്ട പറഞ്ഞു. എന്താ കാരണം അറിയോ? അത് തുറന്നാൽ അതിന്റെ താഴെയുള്ള മണൽക്കെട്ടുണ്ട്. ആ മണൽക്കെട്ട് വെള്ളം കൊണ്ടുപോകും. ആ മണൽക്കെട്ടിന്റെ കരാർ എടുത്തിരിക്കുന്നത് മേരി മാതാവ് പറഞ്ഞ കോൺട്രാക്ടറാണ്. അവന് കൊടുത്തിരിക്കുന്നത് വെറും ക്യൂബിക് ഫീറ്റിന് 62 രൂപയ്ക്കാണ്. അത് അവന് മറിച്ച് വിറ്റ അപ്പൊ 2000 രൂപ കിട്ടും. അവൾ ഒന്നും ചെയ്യാണ്ട് അതിന് എത്ര രൂപ കിട്ടും? ഒരു എല്ലാ ചെലവും കഴിഞ്ഞ് ഒരു 300 കോടി ഇങ്ങനെ കിട്ടും. 500 കോടിന് കിട്ടും, 300 കോടിന് കിട്ടും. അവന് വേണ്ടിയാണ് തുറക്കാണ്ടായത്. അതാണ് നിന്റെ ജോഷി പറഞ്ഞ ചീഫ് എഞ്ചിനീയറും നമ്മുടെ കളിച്ചിരിക്കുന്ന ജോർജ് ജോൺസിന്റെ പെങ്ങളും മാത്യു ടീം കൂടി ആലോചിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ഇത് ഇപ്പോഴത്തെ
വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയും പഴയ ജലസേചന വകുപ്പ് മന്ത്രിയുടെയും വോയിസാണ് നിങ്ങൾ കേട്ടത്. അതായത് ഇത് 100% സത്യമാണ് ഈ സംഭവിച്ച കാര്യം. 100% സത്യമാണ് ഈ സംഭവിച്ച കാര്യം. കാരണം ഡാം മാനേജ്മെൻറ്റ് പ്രളയവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലെ കേസ് ഞാൻ വാദിക്കാനുണ്ടായിരുന്നുകൊണ്ട്, ഞാനിത് ആഴത്തിൽ പഠിച്ചൊരു വിഷയമായതുകൊണ്ട് ഞാൻ പറയുന്നു, ഇദ്ദേഹം പറയുന്ന ഈ കാര്യം 100% സത്യമായ കാര്യമാണ്. പൊതുവെ ഡാം മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് റൂൾ കർവ് എന്ന് പറഞ്ഞൊരിതുണ്ട്. അതായത് ഇതുപോലത്തെ കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയില്ലല്ലോ. ആരെപ്പോൾ വെള്ളം തുറക്കണം, എപ്പോൾ വിടണം എന്നൊന്നും അറിയില്ല. പക്ഷേ കൺവെൻഷണൽ നോംസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഏത് ഡാമിൻ്റെയും ഒരു ഇത്ര പരിധിയിൽ വെള്ളം വന്നാൽ തുറന്നു വിടണമെന്നുള്ളതാണ്. നമുക്കറിയാം, കരിമണലുമായി ബന്ധപ്പെട്ട താല്പര്യം ഇതിനു മുമ്പ് ഞാനൊരു ഡോക്യുമെൻ്റ് റിലീസ് ചെയ്തിരുന്നു. ഗവൺമെൻറ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രകാരം ഇറക്കിയ ഉത്തരവിൽ അവർ എഴുതി വെച്ചപ്പോൾ വന്ന അബദ്ധം, അവരുടെ ആ ഒരു വെപ്രാളം കൊണ്ട് എഴുതി വെച്ചതാണ്, നിങ്ങൾ ഈ വെള്ളം വന്ന് മണ്ണ് പോകുന്നതിന് മുമ്പ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ മുഴുവൻ താല്പര്യം ഇരുന്നത് ആ തോട്ടപ്പള്ളി സ്പിൽവേയുടെ പുറത്തിരിക്കുന്ന മണ്ണിലാണ്. ഇപ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതെ വെച്ചുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പഴയ ജലസേചന വകുപ്പ് മന്ത്രി പറയുകയാണ്. ആ മണ്ണ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. ഗവൺമെൻറ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കീഴിലുള്ള എക്സിക്യൂട്ടീവ് ഓർഡറിൽ പറഞ്ഞ അതേ കാര്യം പ്രവൃത്തിയിൽ ചെയ്തത് അതിന് കോടികൾ ലാഭമുണ്ടായി എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, പെരിങ്ങൽകുത്തിലേക്ക്, അതായത് പ്രളയം വന്ന് നമ്മുടെ നാട് തകർന്നു. ചെങ്ങന്നൂരിലേക്ക് ചെളി അടിച്ചു കയറി അന്ന് ഇടതുപക്ഷ MLA ആയിരുന്ന സജി ചെറിയാൻ അടക്കം കരഞ്ഞു വിളിച്ച് ഇത് അടയ്ക്കാൻ പറഞ്ഞു. ഡാമിലെ സാധാരണ ഏറ്റവും അടിയിലെ സൂയസ് തുറക്കാൻ പാടില്ല. ആസ് എ കൺവെൻഷണൽ നോംസ് അത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. അത് പക്ഷേ ഇവര് ഈ മറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി കോടികളുടെ അഴിമതിയുടെ പേരിൽ ആ സമയത്ത് ആ ഡാം തുറക്കാതെ വെച്ചുകൊണ്ടിരുന്ന് അവസാനം സൂയസ് പൊക്കിയപ്പോഴാണ് അടിയിൽ നിന്ന് ചെളി മുഴുവനും കൂടി വന്ന് ആ ചെങ്ങന്നൂർ നശിച്ച് നാരായണക്കല്ല് പിടിച്ചത്. ആളിയാറിൽ തമിഴ്നാട്ടിലുള്ള കോൺട്രാക്ടർക്ക് വേണ്ടി തമിഴ്നാട്ടിലേക്ക് തിരിച്ചുവിടേണ്ടിയിരുന്ന വെള്ളം കേരളത്തിലെ ജനങ്ങളുടെ ഒരു സുരക്ഷയോ താല്പര്യമോ നോക്കാതെ കോടികളുടെ താല്പര്യത്തിൻ്റെ പേരിൽ പിടിച്ചു വെച്ച് ഒടുവിൽ ആളിയാറിൽ നിന്നും വെള്ളം ബൾക്കായി റിലീസ് ചെയ്തപ്പോഴാണ് ചാലക്കുടി തകർന്ന് തരിപ്പണമാക്കിയത്. ഞാൻ പറയുന്നത്, ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം, കേരളം തകർന്നതല്ല, ഇവർ തകർത്ത് തരിപ്പണമാക്കിയതാണ്. ഇവരുടെ അഴിമതിക്ക് വേണ്ടി, ഇവരുടെ ആക്രാന്തത്തിന് വേണ്ടി, ഇവരെ കോടികൾ സമ്പാദിക്കാൻ വേണ്ടി, ഇങ്ങനെ എല്ലാ മേഖലയിലും കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് അഴിമതി കാലമായിരുന്നു. ഈ കാര്യം നിഷേധിക്കാൻ ഇവർക്ക് കഴിയില്ല. ഇത്രയും ആധികാരികമായി ഇദ്ദേഹം പറയാൻ കാരണം, അദ്ദേഹം പഴയ ജലസേചന വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിന് അറിയാം ഇതെങ്ങനെ വരുമെന്ന്. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാണ്, 100% ശരിയാണ്. മണിയാർ പ്രോജക്റ്റിൽ സ്വകാര്യ കമ്പനിയെ സഹായിക്കാൻ വെള്ളം നിറച്ചതും തമിഴ്നാടിന് അവകാശപ്പെട്ട വെള്ളം ചാലക്കുടി പുഴയിലേക്ക് തുറന്നുവിട്ടതും വഴി ചാലക്കുടിയിൽ പ്രളയമുണ്ടായതായും ഇതിൽ ആരോപിക്കുന്നു. അന്നത്തെ ചീഫ് എഞ്ചിനീയർ ജോഷിയുടെ പേരും സംഭാഷണത്തിൽ പരാമർശിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. 3000 രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ 2 ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ, 925 ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം 18 ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവലറിയിൽ. തോട്ടത്തിൽ ഫാഷൻ ജുവലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ.